Dear learners, Almighty God may bless you. Now we are entering into our 35th episode of English classroom. I think that you have understood all my classes well. Today I would like to explain the adjective of quantity. സാധാരണ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട പദങ്ങൾ, സാധാരണ നമ്മൾ മത്സര പരീക്ഷകൾക്ക്, PSC പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് ഉപയോഗിക്കുന്ന, അതേപോലെ തന്നെ ഗ്രാമറിന് വേണ്ടി ഉപയോഗിക്കുന്ന, ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് സ്റ്റഡിഡ് അബൌട്ട് ദ adjective of quality. Now in this class today I would like to teach you the adjective of quantity. In economics we know the qualitative analysis and the quantitative analysis. This is very simple. We have to qualify a noun. ഒരു വസ്തുവിനെ നമുക്ക് വിശേഷിപ്പിക്കണം. The size. How is that object? വസ്തു എങ്ങനെയാണ്, അതിൻ്റെ സൈസ് എങ്ങനെയാണ്, അത് എങ്ങനെയുള്ളതാണ് എന്നൊക്കെ വിശദീകരിക്കുന്നതിനാണ്. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ദ adjective of quality. Today we study the adjective of quantity. Quantity എന്ന് പറഞ്ഞാൽ എന്താ? തൂക്കം, കനം, എത്രമാത്രമുണ്ട്. When we purchase something, when we want something, we want the quantity or the measure of that. The measurement, അളവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഇതിനാണ് ഹൗ മച്ച് എന്നുള്ള ചോദ്യത്തിന്. വി വാണ്ട് ദ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ ഹൗ മച്ച്, എത്രയുണ്ട് എന്നുള്ളതിന് ഉത്തരം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില പദങ്ങളാണ്. ഇത്തരം പദങ്ങളാണ് these adjectives are generally used for the written competitive examination. There will be the confusion in these adjectives. That is why we have to stressfully, very importantly, we have to study, significantly we have to study all these words. ഇതിനെ നിസ്സാരമായിട്ട് കളയരുത്. നമ്മൾ അലസമായിട്ട് ഇത്ര വാക്കുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്താണ് ഇപ്പോൾ അവർക്ക് ഇത്ര പ്രാധാന്യം, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് വേർഡ്സ്. ബട്ട് വെൻ വി മേക്ക് എ സെൻറ്റൻസ് we have to understand what are the position of all these words in that sentence. അപ്പോൾ നമ്മൾ ഇവിടെ ജനറലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ഒരു സെൻറ്റൻസിൽ സം റൈസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? അതൊരു ഫ്രേസ്. ആ ഫ്രേസ് വാക്യം സ്വന്തമായതുകൊണ്ട് നമുക്ക് ആ വാക്യത്തിൻ്റെ അർത്ഥം കിട്ടില്ല. അതിൻ്റെ മുമ്പ് നമ്മൾ ഐ എയ്റ്റ്, ഒരു സബ്ജക്റ്റ് ഒരു വെർബും കിട്ടും. ഞാൻ തിന്നു, ഞാൻ തിന്നു. വാട്ട് റൈസ്, വിച്ച് ക്വാണ്ടിറ്റി, വാട്ട് ക്വാണ്ടിറ്റി, എന്തളവിൽ എന്ന് പറയാൻ. അപ്പോൾ ഈ റൈസ് എന്ന അരി എന്നുള്ള ഈ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ടു ക്വാളിഫൈ ദിസ് റൈസ്, ടു നോ ദ ക്വാണ്ടിറ്റി ഓഫ് ദ റൈസ്. അസം എന്നുള്ള വാക്ക് നമ്മൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് സം എന്നതിനെ കുറച്ച് എന്നാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ഇത്തരം ഈ സം, മച്ച്, ലിറ്റിൽ, ഇനഫ്, ഓൾ, നോ, എനി, ഗ്രേറ്റ്, ഹാഫ്, സഫിഷ്യൻറ്റ്, ഇത്തരം വാക്കുകൾ ഒക്കെ എന്താണ്? നമ്മൾ ഒരു നൗണിൻ്റെ മുമ്പിൽ ചേർത്തുന്ന വാക്കുകളാണ്. അവ ആഡ്ജക്റ്റീവുകളാണ്. ദോസ് ആർ ആഡ്ജക്റ്റീവ്. പിന്നെ വേറെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇൻഡിഫിനിറ്റ്. ദോസ് ആർ ഇൻഡിഫിനിറ്റ് ആർട്ട്, ഒരു കൃത്യമായിട്ട് പറയുന്നതല്ല. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ഐ ഹാവ് മെൻഷൻ ഇൻഡിക്കേറ്റഡ് ദ കാർഡിനൽ ആൻഡ് ഓർഡിനൽ adjective. ആ കാർഡിനൽ ആൻഡ് ഓർഡിനൽ അഡ്ജക്റ്റീവ്സ് ഒക്കെ ആകുമ്പോൾ ഡിഫിനിറ്റ് ആണ്, കൃത്യമായിട്ട് ഇത്ര എണ്ണം എന്ന് പറയുന്നുണ്ട്. ഹൗ മെനി എന്നുള്ള ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ ഹൗ മെനി. Here all these words indicate or teach us the indefinite amount of that thing. അതാണ് പ്രത്യേകമായിട്ട് പഠിക്കുക.
അപ്പം ഹി ഐറ്റ് സം റൈസ്. റൈസിന് മുമ്പ് സം എന്നുള്ളത് എന്താണ്? ദാറ്റ് ഈസ് എൻ അഡ്ജക്റ്റീവ്. കുറച്ച്. അവൻ കുറച്ച് ചോറ് തിന്നു. അപ്പോൾ ആ കുറച്ച്, സം എന്ന് പറഞ്ഞാൽ കുറച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാർത്ഥം. റൈസ് എന്ന് പറഞ്ഞാൽ ചോറാണ്. ആ റൈസ് എന്നുള്ള നൗണിനെ സൂചിപ്പിക്കാൻ വി ഹാവ് ടു ക്വാളിഫൈ ദ നൗൺ റൈസ്. വി യൂസ് സം. സം എന്ന് പറഞ്ഞാൽ കുറച്ച് ചോറ് തിന്നു. ഹി ഷോഡ് മച്ച് പേഷ്യൻസ്. ഇത് രണ്ടും കൂടിയാൽ ഒരു എന്താണ്? ഒരു ഫ്രേസ്. ഹി ഷോഡ്, അദ്ദേഹം കാണിച്ചു. മച്ച് പേഷ്യൻസ്, കൂടുതൽ ക്ഷമ കാണിച്ചു. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് മീനിങ് ഓഫ് ദ പേഷ്യൻസ്. പേഷ്യൻ്റ് എന്നല്ല. പേഷ്യൻ്റ് എന്ന രോഗിയാണ്. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. കൂടുതൽ. ഈ കൂടുതൽ എന്നുള്ള ഇൻഡിഫിനിറ്റ് ആഡ്ജക്റ്റീവാണ്. കൂടുതൽ എന്ന് പറഞ്ഞാൽ എത്രമാത്രം അളവ് നമുക്കറിയില്ല. ദാറ്റ് ഈസ് വൈ ദാറ്റ് വേർഡ് ഈസ് ദാറ്റ് ആഡ്ജക്റ്റീവ് ഇൻഡിഫിനിറ്റ്. ഇൻഡിഫിനിറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യതയില്ലാത്തത്. എത്രയുമാകാം, കുറച്ചുമാകാം, അധികമാകാം എന്നുള്ളതാണ് ഇൻഡിഫിനിറ്റ്. ഹി ഹാസ് ലിറ്റിൽ ഇൻ്റലിജൻസ്. അദ്ദേഹത്തിന് വലിയ ബുദ്ധി ഇല്ല. ഈ ലിറ്റിൽ എന്നുള്ളതിന് നോ എന്നുള്ള അർത്ഥം കിട്ടും, അല്പം എന്നുള്ള അർത്ഥം കിട്ടും. എ ലിറ്റിൽ, ദ ലിറ്റിൽ എന്നൊക്കെയുള്ള പ്രയോഗം വി ഹാവ് ടു സ്റ്റഡി ഡീപ്ലി ഇൻ ഫ്യൂച്ചർ. ഹി ഹാസ് ലിറ്റിൽ ഇൻ്റലിജൻസ്. ഹി ഹാസ് നോ ഇൻ്റലിജൻസ്. ബുദ്ധിയില്ല, അല്ലെങ്കിൽ അല്പം ബുദ്ധിയേ ഉള്ളൂ എന്നുള്ള പ്രയോഗത്തിനൊക്കെയാണ് നമ്മൾ. അപ്പോൾ ലിറ്റിൽ ഇസ് എ ആഡ്ജക്റ്റീവ്. ഇൻ്റലിജൻസ് ഇസ് എ നൗൺ. മനസ്സിലാക്കുക. We have had enough exercise. We have had enough exercise. Enough ആവശ്യത്തിന്. പ്രത്യേകമായി ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി അനൗക്ക് എന്നൊന്നും വായിക്കരുത്. GH എന്നുള്ള അർത്ഥമാണ് ഇനഫ്. എല്ലാവർക്കും അറിയാം, പക്ഷെ അറിയാത്തവർ. ആവശ്യത്തിനുള്ള വ്യായാമം ചെയ്തിരുന്നു. We have had enough exercise. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വ്യായാമമൊക്കെ ഉണ്ട് എന്നാണ്. ഇനഫ് ആ വാക്ക് പഠിക്കുക. ആവശ്യത്തിന്, ദാറ്റ് ഈസ് എൻ ആഡ്ജക്റ്റീവ്. ഹി വാസ് ലോസ്റ്റ് ഓൾ ഹിസ് വെൽത്ത്. അദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പത്തും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. എല്ലാം. ഓൾ അത് ആളെന്നൊന്നും വായിക്കരുത്. ഓൾ, എല്ലാ സമ്പത്തും നഷ്ടപ്പെടുക. ഓൾ എന്നുള്ളത് ആഡ്ജക്റ്റീവാണ്. ആഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റിയാണത്. മനസ്സിലാക്കുക. യു ഹാവ് നോ സെൻസ്. നിനക്കൊരു ബോധവുമില്ല. നീ ഒന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതിനാണ് നോ സെൻസ്. സെൻസ് ഈസ് എ നൗൺ. നോ ഈസ് എൻ ആഡ്ജക്റ്റീവ്. ഇൻഡിഫിനിറ്റ് ആഡ്ജക്റ്റീവ്. ദെൻ ആഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി, എത്രമാത്രം ഉണ്ട് എന്നാണ്. ഹി ഡിഡ് നോട്ട് ഈറ്റ് എനി റൈസ്. എനി എന്ന ആഡ്ജക്റ്റീവാണ്. റൈസ് എന്ന് പറഞ്ഞാൽ നൗണാണ്. അപ്പോൾ നൗണിന് മുമ്പിൽ നൗണിനെ സൂചിപ്പിക്കാൻ വി യൂസ്ഡ് എനി. ഒരു ചോറും തിന്നില്ല. അദ്ദേഹം ചോറേ തിന്നില്ല. ഒരു ചോറും എന്ന് പറയുന്നത് ചോറേ തിന്നില്ല എന്ന് പറയും. എനി റൈസ്, ഒരു ചോറും തിന്നില്ല, ചോറ് തിന്നില്ല. ടേക്ക് ഗ്രേറ്റ് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കെയർ, ശ്രദ്ധ, ദാറ്റ് ഈസ് എ നൗൺ. ഗ്രേറ്റ് മീൻസ് വലിയ. അപ്പോൾ വലിയ എന്നുള്ള ഇതെന്താണ്? ആഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി. എത്രമാത്രം ശ്രദ്ധ. ലിറ്റിൽ കെയർ, അല്പം ശ്രദ്ധ. മോർ കെയർ, അതിൻ്റെ ഇടയിൽ ഗ്രേറ്റ് കെയർ, കൂടുതൽ ശ്രദ്ധ. ടേക്ക് an imperative sentence. എടുക്കൂ. ഗ്രേറ്റ് കെയർ, കൂടുതൽ ശ്രദ്ധ എടുക്കൂ. ഓഫ് യുവർ ഹെൽത്ത്, നിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ എടുക്കൂ. ഹി ക്ലെയിംഡ് ഹിസ് ഹാഫ് ഷെയർ ഓഫ് പ്രോപ്പർട്ടി. ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി. ഹാഫ് ഷെയർ, പകുതി ഷെയർ. ഷെയർ മീൻസ് നൗൺ. ഷെയർ,
ഹാഫ് ഷെയർ പകുതി വിഹിതം അവകാശപ്പെട്ടു. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്വത്ത് എന്നാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഹാഫ് ഷെയർ ആണ്. നെക്സ്റ്റ്, there has not been sufficient rain in this year. Sufficient, all these words, sufficient, ആവശ്യത്തിന്. റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ നൗൺ, മഴ. ആവശ്യത്തിനുള്ള മഴ ലഭിച്ചു. ഈ വർഷം ആവശ്യത്തിനുള്ള മഴയില്ല. അപ്പോൾ we have to prepare a list of some adjective of quantity. Indefinite adjective of quantity. ഈ വാക്കുകൾ we have to understand: some, much, little, enough, all, no, any, great, half, sufficient. എന്താണ് ഇതെല്ലാം നമ്മൾ പറയുന്നത്? എന്താണ്? adjectives of quality shows how much of a thing is meant. How much of a thing is meant. ഒരു വസ്തു എത്രമാത്രമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഈ ആഡ്ജക്റ്റീവുകൾ ഉപയോഗിക്കുന്നത്. മനസ്സിലാക്കുന്നത് വെറുതെ അലസമായിട്ട് എവിടെയെങ്കിലും കിടക്കുന്ന വസ്തുക്കളല്ല. എന്താണ് ഈ സമ്മ്, എന്താണ് ഇനി, അതൊക്കെ കൊടുത്തിട്ടാണ് ചിലപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടാണ് സെൻറ്റൻസുകൾ പൂരിപ്പിക്കാൻ തരിക. പ്രത്യേകമായിട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്, the places, the position of all these words. These words will come, adjectives will come especially before a noun, before the nouns. Okay, dear learners, we have studied, I have taught you about the adjective of quantity. Then we have to learn adjective of number, numeral adjective. What is numeral adjective? There is the similarity between the quantity, adjective of quantity, and the numeral adjective. നേരത്തെ നമുക്ക് we got the answer for how much എന്നുള്ളത് കിട്ടി. അതിന് ചെറിയ വ്യത്യാസം. there is a simple variation, slight variation between this adjective of quantity and adjective of number. വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ നമ്മൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വെൽ. എത്ര എണ്ണം എന്ന് കിട്ടാൻ, വൺ ഓഫ് മൈ ക്ലാസ്സസ് ഐ ഹാവ് മെൻഷൻഡ് ദ കാർഡിനൽ ആൻഡ് ദ ഓർഡിനൽ അഡ്ജക്റ്റീവ്. കാർഡിനൽ ആൻഡ് ഓർഡിനൽ അഡ്ജക്റ്റീവ് ഡിഫിനിറ്റാണ്, കൃത്യമായിട്ട് എണ്ണം പറഞ്ഞു തരും. ഇതിൽ എണ്ണം പറഞ്ഞു തരുന്നുണ്ട്, പക്ഷേ അത് ഡിഫിനിറ്റും ഇൻഡിഫിനിറ്റും കൂടി കൂടിയതാണ്. നിശ്ചിതമായ വസ്തുക്കളുണ്ട്, പിന്നെ മറ്റുള്ള നിശ്ചിതമല്ലാത്തതുമുണ്ട്, പക്ഷെ നമ്മൾ കൃത്യമായിട്ട്. ദ ഹാൻഡ് ഹാസ് 5 fingers. ദ ഹാൻഡ് ഹാസ് 5 fingers. ഒരു കൈക്ക് 5 വിരലുകളുണ്ട്. 5 വിരലുകളുണ്ട് എന്നുള്ളത് 5 ആണ്. ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ വിരലുകൾ. 5 fingers, 5 വിരലുകൾ. അതായത് definite adjective, the adjective of number, numeral adjective. Sometimes you have the doubt that what is the importance of significance of these technical names. We don't want the technical names to speak English, but the problem is that we have to understand the position of each word, noun, adjective, verb, pronoun, etc. If we have a clear-cut idea about the position of all these words, we will have the correct English. Spoken English ആണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നത്. 5 fingers, 5 വിരലുകളുണ്ട്. നമ്മൾ പ്രത്യേകം പഠിപ്പിക്കും. Few cats like cold water. Few cats. ഈ few എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള. Few cats ഇല്ല എന്ന്. Few cats പൂച്ചകൾ like cold water. എന്താണ്?
തണുത്ത വെള്ളം ഇഷ്ടപ്പെടുന്നില്ല. ദ ഫ്യൂ കാറ്റ്സ് എന്നുള്ളത് പൂച്ചകളെ മൊത്തം, അല്പം പൂച്ചകൾ എന്ന് ഉപയോഗിക്കുക. പക്ഷേ ഫ്യൂ കാറ്റ്സ് പൂച്ചകൾ ഇല്ല, ലൈക്ക് കോൾഡ് വാട്ടർ തണുത്ത വെള്ളം ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അവിടെയൊക്കെ നമ്മൾ വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ കോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ വേറൊരു അഡ്ജക്റ്റീവ് നേരത്തെ നമ്മൾ പഠിച്ച ഓരോ വാക്കും നമ്മൾ വി ഹാവ് ടു ഡു ദ പോസ്റ്റ്മോർട്ടം ഓഫ് ദിസ് വേർഡ്. കോൾഡ് വാട്ടർ എന്നത് ആഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റിയും ഇതിൽ വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. Now we are explaining about the quality of the number, but in this sentence there is the word of quality, the adjective of quality also. Next, there are no pictures in this book. ഈ പുസ്തകത്തിൽ ചിത്രങ്ങളില്ല. നോ പിക്ചർ, അത് നമ്മൾ മനസ്സിലാക്കണം. ചിത്രങ്ങൾ ഇല്ല എന്ന് പറയാൻ നോ, അത് നമ്പറാണ്. 5 എന്ന് പറയുന്നത് പോലെ, 6 എന്ന് പറയുന്നത് പോലെ, 5 എന്നെല്ലാം പറയുന്നത് പോലെ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നോ എന്നുള്ള പദം, ദാറ്റ് വേർഡ് ഈസ് എൻ ആഡ്ജക്റ്റീവ് ഓഫ് നമ്പർ. മനസ്സിലാക്കുക. ഫോർ our PSC examination, our English written examination, grammar examination for SLC, for +1, +2, for degree, for any competitive examination, we have to fill up all these usages. That is why we want good and clear-cut idea about all these adjectives. I have taught you many things. എത്ര കാര്യങ്ങൾ. I am a teacher. Sometimes I will tell the students that I have taught you many things. In this time, some student, intelligent student will ask me, sometimes they may ask, how many things you have taught us, sir? How many things you have taught us, sir? എത്ര കാര്യങ്ങളാണ് പഠിപ്പിച്ചതെന്ന്. In this time, I have to tell them 5 things, 10 things. That is why this many, ഒരുപാട്, many things, many എന്നുള്ളത് to show, to describe, to explain the things. Number, many. ശ്രദ്ധിക്കാൻ പഠിക്കണം. all men must die. All men, all. Already we have mentioned all. എല്ലാവരും മരിക്കണം. all men should die. All men must die. എല്ലാവരും മരിക്കും. How many men are in that building? ആ ബിൽഡിങ്ങിൽ എത്ര ആളുകളുണ്ട്? ആ all മുഴുവൻ in this time we want that numeral adjective. There are 100 men, 100 ആളുകൾ. That is why all men must die. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും മരിക്കണം എന്ന് പറയുന്നത് all മുഴുവൻ. all men, മെന്നിൻ്റെ മുമ്പിൽ ഞാൻ മുമ്പ് ചോദിച്ചു, എല്ലാ ആളുകളും എന്നാണ് all. Here are some ripe mangoes. Some ripe mangoes. എത്ര മാങ്ങകളുണ്ട്? How many mangoes, ripe mangoes are there in that basket? ആ കൊട്ടയിൽ എത്ര മാങ്ങകളുണ്ട്? അപ്പോൾ എന്താണ്? There is no definite number, but indefinite number may be used here. Some ripe mangoes. കുറച്ച് പഴുത്ത മാങ്ങകളുണ്ട്. There are some ripe mangoes. Some എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ്ജക്റ്റീവ് ഓഫ് നമ്പർ. ഈ റൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി. ഇത് രണ്ടും കൂടി ചേർന്ന് പ്രത്യേകം മനസ്സിലാക്കണം. സം റൈപ്പ് മാംഗോ, കുറച്ച് പഴുത്ത മാങ്ങ. 5 റൈപ്പ് മാംഗോസ് എന്നാൽ എന്താണ്? ഡിഫിനിറ്റായി 5 പഴുത്ത മാങ്ങകളോ 25 റൈപ്പ് മാംഗോസ് എന്നാൽ എന്താണ്? ഡിഫിനിറ്റായി. ഈ സം എന്ന് പറയുന്ന സമയത്ത് ഫോർ നമ്പർ, എണ്ണാൻ കഴിയുന്ന പഞ്ചസാര പോലെ ഒന്നല്ല. അപ്പം എന്താണ് ഈ ക്വാളിറ്റി? ദ ആഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി can be measured in kilos or in bundle, but quality of number we can number them, count them, how many. It is not infinitive. We can count them and we can number them. Ripe mangoes, കുറച്ച് മാങ്ങകൾ.
Most boys like cricket. Most like cricket. Most boys. We can number them. Count them. Count the number of boys. Most adhiga kuttigal. Sometimes there will be 5,000 or 10,000, 1 lakh or 1 crore. Most boys, കൂടുതൽ ആൺകുട്ടികളും. അപ്പോൾ കൂടുതൽ ആൺകുട്ടികൾ എന്നുള്ളതിൻ്റെ we can count them. To count the adjective of number, most boys, കൂടുതൽ ആൺകുട്ടികൾ. Like cricket, cricket ഇഷ്ടപ്പെടുന്നു. അപ്പോൾ most, if we have an exercise, I write the blank here and may I give all these adjectives in a bracket. Sometimes you have to fill up all this bracket. In this time, apt adjective should be given there. Most boys like cricket. There are several mistakes in your exercise. There are several. ശ്രദ്ധിക്കുക. നമുക്ക് ചെറുപ്പത്തിൽ സെവറൽ എന്ന് ടീച്ചർ ഞാൻ പറയുമ്പോൾ മനസ്സിൽ വരുന്ന എന്താണ്, വീട്ടിൽ ഭക്ഷണമൊക്കെ വിളമ്പുമ്പോൾ സാധാരണ സവറ എന്നൊക്കെ സവറ എന്നാണ് ഓർമ്മ വരാറുണ്ട്. പിന്നെ നമ്മളതിൻ്റെ അർത്ഥവും കാര്യങ്ങളും പ്രയോഗങ്ങളൊക്കെ ഓരോ നമുക്കിഷ്ടപ്പെട്ട സാധാരണ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധപ്പെടുത്തി കണ്ട് പഠിക്കുമ്പോൾ അത് ഓർമ്മയിൽ കിട്ടും. സെവറൽ, ധാരാളം. There are several mistakes in your exercise. നീ ചെയ്ത അഭ്യാസത്തിൽ, എക്സസൈസിൽ ഒരുപാട് തെറ്റുകളുണ്ട്, ഒരുപാട്, ധാരാളം എന്നുള്ളതിനൊക്കെ നമ്പറോ അത് നമുക്ക് എണ്ണാൻ പറ്റും. ടീച്ചർ ക്യാൻ കൗണ്ട് ദ മിസ്റ്റേക്ക്. നമുക്ക് മച്ച് എന്നാണെങ്കിൽ എണ്ണാൻ പറ്റില്ല, അങ്ങനെ മച്ച് ഉണ്ടാവില്ല ഒരു എക്സസൈസ്. കൗണ്ടബിൾ ആഡ്ജക്റ്റീവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ന്യൂമറൽ ആഡ്ജക്റ്റീവ് എന്ന് പറയാനുള്ളത്. സെവറൽ മിസ്റ്റേക്ക് പ്രത്യേകമായിട്ട് പഠിക്കും. സൺഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. ആഴ്ചയുടെ ഒന്നാമത്തെ ദിവസമാണ് ഫസ്റ്റ് ഡേ. ഇതിനെ ഞാൻ കഴിഞ്ഞൊരു ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞു പോയിരുന്നു. ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, സിക്സ്ത്, സെവൻത്ത്, എയ്ത്ത്, നയൻത്ത് എന്നെല്ലാം പറഞ്ഞാൽ അത് ഓർഡിനൽ ആഡ്ജക്റ്റീവ്. അന്ന് കാർഡിനൽ ആഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ആം സോറി, വെരി സോറി ഫോർ ഇറ്റ്. എന്താണ് ഇത്? ഓർഡിനൽ ആഡ്ജക്റ്റീവ്. നേരെ മറിച്ച് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നുള്ളത് എന്താണ്? കാർഡിനൽ ആഡ്ജക്റ്റീവ്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇതെന്താണ്? എണ്ണാൻ. വിച്ച് ഡേ, വിച്ച് ഓഫ് ദ ഡേ എന്ന് പറയുന്ന സമയത്ത് ഒന്നാമത്തെ ദിവസമാണ് എന്ന് പറയും. ദാറ്റ് ഈസ് വൈ ഓൾ ദീസ് ആഡ്ജക്റ്റീവ്സ് ആർ ദ ന്യൂമറൽ ആഡ്ജക്റ്റീവ്. Listen here, please. A numeral adjective, or the adjective of number. Adjectives of number or numeral adjectives show how many person or things are meant. ഒരു സെൻറ്റൻസിൽ എത്ര ആളുകളെ, വസ്തുക്കളെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. ഇറ്റ് ഷുഡ് ബി കൗണ്ടബിൾ, എണ്ണാൻ സാധിക്കുന്നതായിരിക്കും. meant or in what order a person or thing stands. ആ സെൻറ്റൻസിൽ എത്ര ആളുകളുണ്ട്, അതേപോലെ തന്നെ എത്ര വസ്തുക്കളുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നതിനാണ് നമ്മൾ ന്യൂമറൽ ആഡ്ജക്റ്റീവ് ഓർ ആഡ്ജക്റ്റീവ് ഓഫ് നമ്പർ എന്ന് പറയും. ഐ തിങ്ക് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വെൽ ഓൾ ദിസ്. എല്ലാവരും, ഐ ഹാവ് started my English class from A to Z and it is progressing into the different important parts of English grammar. Grammar is very compulsory to speaking. We want correct English for a company, for a teaching profession, for each and everything. We want correct English. This is not for any cash, not for any monetary benefit. This is an endeavor to teach each and everyone to speak, to write and to learn English. Okay, that is why you can subscribe, you can share all these classes for each and every. Almighty God may bless you. I conclude my 35th English class. Okay.